പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേര് പറഞ്ഞാൽ എന്ന പങ്ക്തിയിൽ ഒരു പുതിയ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയും ജാതിമത ഭീഷണിയും എന്ന വിഷയമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും ഇന്നും ജനാധിപത്യം എന്ന ഒരു സംവിധാനം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏതു തരത്തിലുള്ള പ്രതിഷേധത്തിനും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോഴും അവസരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിലവിട്ടുള്ള പരസ്യ പ്രയോഗങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും അതിൻ്റെ പേരിൽ ഉള്ള ചേരിതിരിവുകളും ഒക്കെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. പാർട്ടിയുടെ യോഗങ്ങളിൽ പോലും നേതാക്കന്മാർ അവരവർക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് ആരുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയുന്ന ശീലം ഇപ്പോഴും നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് മാത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് പ്രധാനമായും ജനാധിപത്യ സംവിധാനത്തിൽ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നും ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഒരിക്കലും നിലനിൽക്കില്ല, ഉണ്ടാവുകയുമില്ല. ആരെങ്കിലും നേതൃത്വത്തിനെതിരെ വിമർശന സ്വഭാവത്തിൽ പ്രതികരിച്ചാൽ അവർക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശൈലി. കോൺഗ്രസിൽ അത്തരത്തിലുള്ള ഒരു ഏർപ്പാട് പലപ്പോഴും ഉണ്ടാകാറില്ല. അങ്ങനെയാണ് കോൺഗ്രസ് പോകുന്നത് എങ്കിലും കുറച്ചു കാലമെങ്കിലുമായി കോൺഗ്രസിനകത്ത് ഈ രാഷ്ട്രീയവും ജനാധിപത്യവും മറികടന്നുകൊണ്ട് മതവും ജാതിയും വല്ലാത്ത അളവിൽ സ്വാധീനിക്കുന്ന കാഴ്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ ജാതി മേധാവികളുടെയും മതമേധാവികളുടെയും മുമ്പിൽ പലപ്പോഴും തലകുനിച്ചു നിൽക്കുന്ന ഒരു ഗതികേട് പോലും പൊതുജനം കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വിഷയം ഇപ്പോൾ അവതരിപ്പിക്കാൻ കാരണം ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം പുതിയ ഭരണസമിതി ഉണ്ടാകുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ പോലെയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് പാർലമെന്ററി പ്രവർത്തനങ്ങളിലേക്ക് കാൽ വയ്ക്കുവാനുള്ള അവസരമാണ് ഇത്. അക്ഷീണം പ്രവർത്തിക്കുന്ന അത്തരം സാധാരണ പ്രവർത്തകർക്ക് പാർട്ടി അംഗീകാരം ലഭിക്കാനുള്ള അവസരവും കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള ചില ദുസ്സൂചനകൾ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും മേധാവികളും അവരുടെ ആസ്ഥാന മന്ദിരങ്ങളും ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഗതികളിലേക്ക് ഇനിയും കോൺഗ്രസ് കടന്നു പോകരുത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരും ഇപ്പോഴും പ്രവർത്തിക്കുന്നവരും മാത്രം ആയിരിക്കണം. വെറും കോൺഗ്രസ് പ്രവർത്തനം മാത്രമല്ല, അവരവരുടെ വാർഡുകളിൽ സ്വന്തം നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും പരിഹാരം കണ്ടെത്തുകയും അതുവഴി ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്ത ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരൊന്നും ഈ രാവും പകലും പോസ്റ്റർ ഒട്ടിക്കാനും സിന്ദാബാദ് വിളിക്കാനും അതുപോലെ തന്നെ നേതാക്കൾക്കൊപ്പം നടക്കുവാനും ഒക്കെ തയ്യാറാവുന്നത് വലിയ പ്രതീക്ഷയൊന്നും വെച്ചുകൊണ്ടല്ല. പാർട്ടി അവരെ അംഗീകരിക്കും എന്നെങ്കിലും എന്ന ഒരു സ്വപ്നം മാത്രം കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ഈ പറയുന്ന 10,000 കണക്കിന് പ്രവർത്തകർക്ക്
വല്ലപ്പോഴും ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ആയുസ്സിലൊരിക്കൽ വീണ് കിട്ടുന്ന അവസരമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഇത്തരം പരിഗണനയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ അവരുടെ ആശയും മോഹവും സങ്കല്പവും വലിയ അളവിൽ ഉള്ളതായിരിക്കും. 60-65 വയസ്സിലെത്തിയ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുത്ത അവർക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരു അവസരം കൊടുത്തില്ല എങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അവർ 70 വയസ്സും കഴിയുന്ന പടുവൃദ്ധന്മാരായി മാറുന്ന സ്ഥിതി ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ മോഹങ്ങളെല്ലാം കെട്ടടങ്ങുന്ന സ്ഥിതിയിലായിരിക്കെ അവർ നീങ്ങും. അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാതെ കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തീരുമാനിക്കുന്നത് NSSന്റെയോ SNDPയുടെയോ ക്രിസ്തീയ സഭകളുടെയോ മുസ്ലിം മതവിഭാഗത്തിന്റെയോ നേതാക്കന്മാരോ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ നേതാക്കന്മാരോ ഒന്നും ആകരുത്. അവരെല്ലാം കോൺഗ്രസിന് വേണ്ടപ്പെട്ടവരാണ്. അങ്ങനെ തന്നെ ഒരു നിശ്ചിത അകലത്തിൽ അവരെ നിർത്തുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയണം. അങ്ങനെ നിർത്തിയ കഴിഞ്ഞകാല ചരിത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. മുൻകാല മുഖ്യമന്ത്രിമാരായ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇത്തരത്തിലൊരു തത്വശാസ്ത്രത്തെ പുറത്തു പറയാതെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരകലം പാലിച്ചു നിന്നതുകൊണ്ടാണ് എല്ലാ മതജാതി വിഭാഗങ്ങളുടെയും നേതാക്കന്മാർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരോടും മന്ത്രിമാരോടും നേതാക്കന്മാരോടും എപ്പോഴും ആദരവും ബഹുമാനവും കാണിച്ചത്. അതെല്ലാം കളഞ്ഞുകുളിച്ച് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയം ഉറപ്പിക്കുവാൻ വേണ്ടി ജാതിമത മേധാവികളുടെ അരമനകളിലും അന്തഃപുരങ്ങളിലും ബംഗ്ലാവുകളിലും കയറിയിറങ്ങിയാൽ അതുവഴി അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട ഗതികേടിലെത്തിയാൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ആജീവനാന്തം പണിയെടുത്ത ആയിരക്കണക്കിന് നിരപരാധികളായ മോഹങ്ങളില്ലാത്ത സ്വപ്നങ്ങളില്ലാത്ത പാവം കോൺഗ്രസ് പ്രവർത്തകരെ നിരാശയിലേക്ക് തള്ളിയിടുന്ന സ്ഥിതി ഉണ്ടാകും എന്നത് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഓർത്താൽ നന്നായിരുന്നു.